ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ പവർ ടീമിനെ പവർ ഫെയിലിയർ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് പവർ ടീം ഭയങ്കര ഫെയിലിയർ ആയിരുന്നു, ഭയങ്കര പവർ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോയുടെ തുടക്കം തന്നെ ലാലേട്ടൻ പറയുന്നത്. ഫെയിലർ ഉണ്ടായത് കൂടാതെ പവർ ടീമിലെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയും ഉണ്ടായിട്ടുണ്ട് എന്നും ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. എന്തായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അടുത്ത, അതായത് പുതിയതായി വരുന്ന പവർ ടീമിലെ അംഗങ്ങൾ, അതായത് ജിൻഡോയുടെ ടീം, അവർ വന്നിട്ടുണ്ട്, അവരെന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്, അവർക്ക് ഇനി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പവർ ടീമിനെ കുറിച്ചാണ് മെയിനായിട്ട് ഈ പ്രൊമോയിൽ പറയുന്നത്. അതായത് ഇന്ന് രാത്രി ചോദിക്കുന്നതിൽ മെയിനായിട്ട് പവർ ടീം എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയതും, എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ സമത്വം ഇല്ലാത്തത്, അതായത് ഒരേ ഒരു തീരുമാനം ഇല്ല, ഭിന്നതയാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയാണ്, എന്തുകൊണ്ടാണിത് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ലാലേട്ടൻ ചോദിക്കും. ഈ കാര്യത്തിൽ എന്തായാലും ഉറപ്പായി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് എന്ന് വെച്ചാൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലാണ്. ഇവർ രണ്ടുപേരും പവർ ടീമിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അതും കൂടി ചോദിക്കാം. കാരണം ഇവർ പവർ ടീമിലാണല്ലോ. ഗബ്രി മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജാസ്മിനെ ആ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയതും ഇതൊക്കെ ആൾക്കാർ കണ്ട സംഭവമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ ജാസ്മിനെ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ജാസ്മിനെ എടുത്തത്, ബാക്കിയുള്ളവർക്ക് എന്താ പറയുക, ജാസ്മിൻ വന്നിട്ട് അതിൻ്റെ അകത്ത് പവർ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അതായത് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പുതിയൊരാൾ വരുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരണം. കഴിഞ്ഞ വീക്ക് വന്ന സമയത്ത് ലാലേട്ടൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് പവർ ടീം ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നത്, അത് നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഷാനെ അടക്കമുള്ളവരോട് കറക്റ്റ് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആക്റ്റീവ് ആണോ പവർ ടീം, ആക്റ്റീവ് ആണോ, നിങ്ങൾ ആക്റ്റീവ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിഷാനൊക്കെ അടക്കമുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ നിഷാനെ പുറത്താക്കിയിട്ടാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിനെ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ജാസ്മിൻ കയറിയ സമയത്ത് അവിടെ മാറ്റങ്ങൾ വരണം. അതിനു പകരം അവിടെയുള്ളവരെല്ലാം അടിച്ച് പിരിഞ്ഞ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പോലും ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് മാറി. ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പോലും അവർക്ക് എന്താ പറയുക, ഒരു യോജിപ്പില്ല, ഭയങ്കര ഭിന്നതയും കാര്യങ്ങളുമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ കാരണം ജാസ്മിൻ എന്നൊരു വ്യക്തി വന്നതാണോ, അല്ലെങ്കിൽ ഇവൾ വന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും, അതായത് മെയിനായിട്ട് ഗബ്രിയുടെ അടുത്ത് ചോദിക്കാനാണ് ചാൻസ്. കാരണം ഗബ്രിയാണ് ഇവളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് തർക്കിച്ചിട്ടുണ്ടായിരുന്നത്. സിജോ അടക്കമുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് സിജോനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് സിജോ എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗബ്രി. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ ജാസ്മിനെ എടുത്തിട്ട് പവർ ടീമിൽ ഇടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് കാണാം.